ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിന്ന് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. കണ്ടില്ലേ, ഇത് ശകലം മണ്ണിലേക്ക് നമ്മൾ കുറച്ച് കുമ്മായം ഇട്ടതാണ്. അപ്പോൾ കുമ്മായവും മണ്ണോടുള്ള മിക്സാണ്. അതിലേക്ക് നമ്മൾ ഇത് ചാണകപ്പൊടിയും ചകിരിച്ചോറൂടെ മിക്സ് ചെയ്തതാണ്. അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം വളമാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിപ്പം വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഇവയൊക്കെ ആണ് പിന്നീട് ചേർക്കുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത അത് അതിലേക്ക് ചേർത്തു. ഇത് കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർക്കുകയാണ്. എല്ലുപൊടിയും വളമാണ്. വേപ്പും പിണ്ണാക്ക് ഒരു കീടപ്രതിരോധമാണ്. വേപ്പും പിണ്ണാക്ക് ഉണ്ടെങ്കിൽ വളവുമാണ്. മണ്ണിൽ ഉള്ള ജീവികൾ, വേരകളൊക്കെ അതിനെയൊക്കെ നശിപ്പിക്കാൻ വേപ്പും പിണ്ണാക്ക് സഹായിക്കും. കണ്ടില്ലേ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മിശ്രിതമാണ് ഈ മിക്സാണ് നമ്മൾ ഇനിയിപ്പം ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ടത്. ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ഗ്രോ ബാഗിലേക്ക് നമ്മൾ മിക്സ് ചെയ്തതിന് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം അത് നിറയ്ക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ നിറച്ച ഗ്രോ ബാഗുകളാണ്. അതിൽ പച്ചക്കറികൾ നിൽക്കുന്നതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ തക്കാളിയാണത്. ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നേരത്തെ നിറച്ച് വെച്ചതായിരുന്നു. ഇനി ഈ മിക്സ് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുകയാണ്. ഇതായി കുറച്ച് കരിയില നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കരിയില നമ്മൾ ആദ്യം ഗ്രോ ബാഗിൽ കുറച്ച് വെക്കുക, അതിന് ശേഷം മിക്സ് ഇടുക. കരിയില വെച്ചാൽ അതൊരു വളമായിട്ട് മാറിക്കോളും. ഇത് കുറച്ച് കഴിഞ്ഞ് പൊടിഞ്ഞ് നല്ലൊരു വളമാണ്. കരിയില പൊടിഞ്ഞ വളമാവും. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചേർക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചേർത്ത് കൊടുക്കുക. കണ്ടോ, മിക്സ് ചേർത്ത് കൊടുക്കുന്നതോടെ ഇത് ഇതാണ് ഈ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച തൈകളാണിത്. മുളകും തൈയാണിത്. പച്ചമുളകും തൈകളാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ ഗ്രോ ബാഗിൽ, ഒരു ഗ്രോ ബാഗിൽ 2 എണ്ണം വെച്ചാണ് നമ്മൾ നടുന്നത്. ഇത് വലിയ ഗ്രോ ബാഗാണ്. 2 എണ്ണം നിന്നോളും. കണ്ടില്ലേ, നട്ടു. ഇങ്ങനെ ആണ് ഗ്രോ ബാഗിൽ നടുന്നത്. നമ്മളടുത്ത ഗ്രോ ബാഗ് നിറയ്ക്കുകയാണ്. ഇതേ പ്രോസസ് തന്നെ ആവർത്തിച്ചാൽ മതി. കണ്ടില്ലേ, തൈകൾ ഇലയിട്ട ശേഷം മിക്സ് ഇട്ട് അത് ഈ ചെടി നടുക.